ബ്രോ ഫ്രണ്ടില് വണ്ടി ഓടിക്ക്. ഇപ്പഴും നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ടല്ലോ. എന്റെ ബാക്കിൽ കാണുന്ന സ്ഥലം നോക്കി, നമ്മൾ ഏകദേശം ആ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പാടത്ത് കൂടിയൊക്കെ നടക്കണമല്ല. ഓ അടിപൊളി അടിപൊളി. അൽത്താഫ് ബ്രോ എങ്ങനെയുണ്ട് പ്ലേസ്? അടിപൊളിയായിട്ടാ. നമ്മൾ വന്ന ടൈം ഇത്തിരി ഇതായിരുന്നു ഡൗട്ട്. ഈച്ചകളുടെ ശല്യം ഭയങ്കര. എന്തൊരു ഈച്ചകളാ. എല്ലാവർക്കും ഹായ്, ഒരു യാത്രാ വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽത്താഫ്. അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിനായിട്ട് പോകണം, അവന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവനായിട്ടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മമൂറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് എന്തായാലും മമൂറയിലേക്ക് പോയി അവനെ പിക്ക് ചെയ്യാം. ഇവിടുന്ന് റൈറ്റ് അടിക്കണം മമൂറയിലേക്ക് പോകാനായിട്ട്. റൈറ്റ് അടിക്കുകയാണ്. ഈ സ്ഥലം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നല്ല സൈലന്റ് ഏരിയയാണ്, എല്ലാം കൊണ്ട് നല്ലൊരു. ഞാൻ മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും വണ്ടി ഓടിക്കണില്ല, അവനെ കൊണ്ട് ഓടിപ്പിക്കുക. അപ്പൊ ഇനി കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാലോ. ബ്രോ ഫ്രണ്ടില് വണ്ടി ഓടിക്ക്. ഫ്രണ്ട് വണ്ടി ഓടിക്കും, എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനാ. ഫ്രണ്ട് മുഹമ്മദ് റാഷിദ്. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ കാഴ്ച എങ്ങനെയാണെന്നല്ലേ അറിയേണ്ടത്. അതായത് നമ്മുടെ അടിപൊളി സ്ഥലത്തിന്, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടില്ല. നമുക്ക് എന്തായാലും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിനായിട്ടാണ് ഞാൻ പോകുന്നത്. സൺസെറ്റ് ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കാണാമല്ലേ. അപ്പോൾ ഇത് ഈ റോഡ് എന്ന് പറഞ്ഞാലേ അബു സംറ റോഡാണ്, അതായത് സൗദി റോഡാണ്. അപ്പോൾ സൗദി റോഡിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ ദോഹയിൽ ഉള്ളിലേക്കാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ എന്തായാലും ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. സൺസെറ്റ് ഫോട്ടോ പോയിന്റ്, അതാണ് സ്ഥലത്തിൻ്റെ പേര്, വായിൽ കിട്ടാനുള്ള പേര്. അപ്പോൾ എന്തായാലും അത് ഇവിടെ നിന്ന് മെക്കനൈസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കണം. എക്സിറ്റ് എത്രയാണ് വരുന്നത് പറയാം, 48 എക്സിറ്റ്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ടാണ് പോകാനായിട്ട്. ഈ ബ്രിഡ്ജ് ഉണ്ടല്ലോ, വൈകുന്നേരങ്ങളിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വ്യത്യസ്തമായിട്ട് നിറത്തിലുള്ള കുറേ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ബ്രിഡ്ജിൽ. ഇവിടെ നിന്ന് സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നലിൽ ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുസംറ റോഡ്, അതായത് സൗദി ബോർഡറിലേക്ക് പോണ റോട്ടിൽ കിടക്കാം. അതെ, നമ്മൾ സൽവാർ റോഡാണ് ഇതിനെ പറയുന്നത്. ഈ റോഡാണ് ഖത്തർ ടു സൗദി റോഡ്. സൗദി ബോർഡർ വരെ നമുക്ക് പോവാട്ട വണ്ടിയും കൊണ്ട്. പിന്നെ അവിടുന്ന് സൗദിയിലേക്ക് വിസ ഉണ്ടെങ്കിൽ ഇനി സൗദിയും കറങ്ങിയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് യൂ ടേൺ എടുക്കേണ്ടി വരും. ഇവിടെയൊക്കെ മാക്സിമം 120 സ്പീഡിലാണ് ആൾക്കാരൊക്കെ പോകുന്നത്. മാക്സിമം 120 ആണ്. അതിൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ ക്യാമറയൊക്കെ അടിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ക്യാമറയൊക്കെ ഉണ്ട്. അതൊരു ബൈക്കോണൊക്കെ എന്നാ സ്പീഡാണ്, 120 റോഡാണല്ലോ, ആ സ്പീഡാണ് പോണത്. ഒന്ന് ചുമ്മാ വണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ കുറെ ട്രക്കുകളൊക്കെ പോകുന്നുണ്ട്. ഇത് സൗദിക്കും പിന്നെ അതുപോലെ തന്നെ ജോർദാൻ, ദുബായിക്കൊക്കെ പോകുന്ന ട്രക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കുന്നതാണ്. ല്ലേ മറ്റേ ക്വാറന്റൈനിലൊക്കെ വന്ന ആൾക്കാരൊക്കെ എടുത്തിരുന്നത്, നാട്ടിൽ നിന്നൊക്കെ വന്ന ആൾക്കാര് ഇവിടെ അല്ലായിരുന്നു ക്വാറന്റൈന്. ഏകദേശം എത്താറായിരുന്നു കേട്ടോ. ഒറ്റ വണ്ടികളും കാണുന്നില്ലേ. റോഡ് നല്ല വെയിലും ഉണ്ടേ, നല്ല തുറസായ സ്ഥലം അല്ലേ. അപ്പുറം ഇപ്പുറം വീടുകളോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല. ഇപ്പം ഈ സൗദി ബോർഡർ കഴിഞ്ഞാൽ സൗദിയിലേക്കൊക്കെ പോകുമ്പോഴും ഏകദേശം ഇങ്ങനത്തെ റോഡുകളുണ്ട്. തുറസായ സ്ഥലമാണ്. കുറച്ചിടെ എത്തിയപ്പോഴേ ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ കയറി. ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റൂല, കുറച്ച് ചരൽമണ്ണും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കട്ടയും കല്ലൊക്കെ അത്രേ ഉള്ളൂ. ഇപ്പം എന്തായാലും ഒരു ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് യാത്രയും കൂടി ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു വണ്ടി പോയി നോക്കി, ഭയങ്കര സ്പീഡ്. ആ വണ്ടി പോയപ്പോൾ തന്നെ കുറെ പൊടിയൊക്കെ ഉണ്ട് കേട്ടോ.
ഈ ചെറിയ മണൽക്കൂനൊക്കെ അപ്പുറം റോഡാണ് കേട്ടോ. നമുക്ക് ഈ റോട്ടിൽ കൂടി പോകാൻ പറ്റൂല, പകുതി പിന്നെ യൂ ടേൺ എടുക്കണം. പകരം ഈ ഓഫ് റോഡിൽ കൂടി വേണം നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട്. അവിടെ എന്തോ റോഡ് ബ്ലോക്ക് ചെയ്ത് എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതാണ് അങ്ങനെ വിടുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ടാറിട്ട റോട്ടിൽ കയറിയിട്ടാ. ഇവിടുന്ന് റൈറ്റ് ആണ് പോകേണ്ടത്. ഞാനിവിടെ സ്ഥലം കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പാടം പോലത്തെ ഒരു സ്ഥലം. ഇത് നോക്കി, ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട്. അതവിടെ എന്തോ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടാ. അവിടെ കൃഷി ചെയ്യുമ്പോഴേ ആൾക്കാർ ഈ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം നിറക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ആ കാണുന്നത്. ഒന്ന് ചെറിയൊരു തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ചൂട് സമയത്ത് ഒരു ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ. എന്തായാലും കൊള്ളാം. എന്തൊക്കെയോ പക്ഷികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ. പിന്നെ റോഡ് സൈഡ് ക്രോസ് ചെയ്താലും നമുക്ക് ഇതിന്റെ ബാക്കിലായിട്ട് ഇപ്പൊ കണ്ട സ്ഥലമില്ല, അതിന്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ കൃഷിയിടം പിന്നെയും കാണാട്ടെ. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇപ്പൊ ലൈറ്റ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനുള്ള ക്ലാരിറ്റി ഒക്കെ കുറയും. അപ്പൊ എന്തായാലും ഞങ്ങള് സ്പോട്ടിൽ എത്താറായിട്ടുണ്ട്. എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതും കേൾക്കണതും. അപ്പൊ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. എന്തായാലും കണ്ടു നോക്കാല്ലേ. എന്തായാലും ഇതൊരു ലോങ് ഡ്രൈവ് തന്നെ ഉണ്ടാ. ഇവൻ പറയണ്ടോ വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. ചെറിയൊരു കട്ടിങ് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ആ കട്ടിങ് കണ്ടില്ല. അതുകൊണ്ട് ഇപ്പൊ വേറെ വഴിയൊക്കെയാണ് പോണത്. പക്ഷെ വഴി തെറ്റിന്ന് പിന്നെയും പറയണത്. നമുക്ക് എന്തായാലും ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാല്ലേ. ഒരാളനക്കൂലാത്ത സ്ഥലം അല്ലേ. അവിടെ വെള്ളമൊക്കെ കെട്ടിക്കിടത്തിക്കണ കൃഷിയിടങ്ങൾക്ക് യൂസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ വേസ്റ്റ് വാട്ടർ ആയിരിക്കും. നാട്ടിൽ പോയി കഴിയുമ്പോഴേ ചെറായി ബീച്ചിന്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ചെമ്മീൻ കെട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ റൂട്ടിൽ ഇപ്പൊ മാത്രമേ ഉള്ളൂ എന്നാണ്, വേറെ ഒറ്റ വണ്ടികളും കാണുന്നില്ല, ആൾക്കാരെയും കാണുന്നില്ലല്ലോ. നോർമലി ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കാണ്. ഇതെന്താണെന്നറിയില്ല, കുറച്ച് സൈറ്റിലെ വർക്കേഴ്സ് ഒക്കെ പോകണ്ടത്. നമ്മുടെ വഴി തെറ്റിയെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നതല്ലേ. ഇതിപ്പോ ഒരുപാട് കറങ്ങേണ്ടി വന്നല്ലേ, വഴി ഒരുപാട് തെറ്റിയല്ലേ. വന്ന വഴി തന്നെയാണ് പിന്നെയും കറങ്ങണല്ലേ. ദോഹ സൽവാർ റോഡ് ലെഫ്റ്റ് പോയി നോക്കാം. ഇവിടെ നിന്ന് ചെറിയൊരു യൂ ടേൺ ഉണ്ട്, അതായത് ഓഫ് റോഡ് വഴിയാണ്. ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിയണം. ചെറിയൊരു യൂ ടേൺ ആണ്, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഇനിയിപ്പോൾ ഈ റോട്ടിൽ കൂടിയാണ് പോകേണ്ടത്. നമ്മൾ മെയിൻ റോട്ടിൽ കൂടി നേരെ പോയി, അതാണ് വഴി തെറ്റിയത്. ഗൂഗിളിൽ ഈ വഴി കാണിച്ചില്ലായിരുന്നു, ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ ഗൂഗിളും കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. പടച്ചോനെ, ചാടി ചാടി പോകാനുള്ള വണ്ടി. ഇത് നല്ല കുഴിയൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡ് നോക്കി നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. ശരിക്കും പറഞ്ഞ ഒരു ഇടുങ്ങിയ വഴിയാണ് കേട്ടത്. എതിരേന്ന് ഒരു വണ്ടി വന്നാൽ പോവാൻ പാടാം. ഖത്തറിൽ മനോഹരമായിട്ടുള്ള ഫോട്ടോ പോയിന്റ്, അതായത് സൺസെറ്റ് ഫോട്ടോ പോയിന്റ് നമ്മൾ എത്തിയിരിക്കുന്നത്. നോക്കി ബാക്കിലൊക്കെ നല്ല അടിപൊളിയായിട്ടാ സംഭവം. ഖത്തറിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ സംഭവം ഇവിടെ വന്നത് തന്നെ. സംഭവം എന്തായാലും കൊള്ളാം. ഇപ്പൊ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഉള്ളൂ ഇവിടെ. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടേക്കണ്, ആളനക്കമില്ല, നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലം. ഇതെന്താണ് സംഭവം, കിളിക്കൂട് പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. നല്ല രസം കിട്ടത് കാണാനായിട്ട്. ഇവിടുന്ന് പെട്ടെന്ന് പോവാം, കുറെ ഈച്ചകളുടെ ശല്യം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണത് നല്ലത്. ഈച്ചകളൊക്കെ കംപ്ലീറ്റ് വണ്ടിയൊക്കെ പൊതിഞ്ഞേക്കണ ഈച്ചകള്. എന്തായാലും കിടുക്കാച്ചി സ്ഥലം തന്നെ കേട്ടാ. ഇവിടേക്ക് ഇറങ്ങി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി വ്യൂകളുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് പോകുമ്പോഴേ കുറെ കാഴ്ചകളുണ്ട് കാണാനായിട്ട്, അതൊക്കെ കൂടി ഒന്ന് കണ്ടു കളയാല്ലേ. പിന്നെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞപ്പോഴേ ആ ചെടികൾ, നേരത്തെ കണ്ട ചെടികൾ, അതിന്റെ അവിടെ തന്നെ ചെറിയൊരു തടാകം പോലെ. അവിടെ കുറെ പക്ഷികളൊക്കെ പറക്കുന്നുണ്ട്. ആ സ്ഥലം കണ്ട, നമ്മൾ ആദ്യം വഴി തെറ്റിപ്പോയില്ലായിരുന്ന, അവിടുന്ന് റൈറ്റ് അടിച്ച് പകുതി വരെ വന്നു. പിന്നെ അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ചാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് വഴി കാണാൻ പറ്റൂല. പിന്നെ അതിലേ അങ്ങോട്ട് കറങ്ങിയാണ് പിന്നെ നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്തിയത്. നമ്മൾ നേരത്തെ കണ്ട തടാകമില്ലേ, അതിന്റെ അടുത്ത് വരെയും പോകട്ടെ. നമുക്ക് എന്തായാലും ഇനിയിപ്പോ ആ ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ ആ തടാകത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, ചെറിയൊരു കുണ്ടും കുഴിയും കാരണം നടുവൊക്കെ നല്ല രസമായിരിക്കും ഇപ്പൊ കാണാനായിട്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് ഇതേ നേരെ കാണണം ആ തടാകം. വണ്ടി അങ്ങോട്ട് പോട്ടെ. ആ നേരെ വണ്ടി ഇപ്പൊ തടാകത്തിലേക്ക് ഇറക്കോ. ഇവിടെ എടുത്ത് ആ ഇവിടെ നിർത്തിക്കോ. നീ എന്താ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോണോ വണ്ടി? ആ അവിടെ നിർത്തിക്കോ. ആ ബെസ്റ്റ്, വെള്ളത്തിലേക്ക് തന്നെയാണ് ഇറക്കിയേക്കണല്ലേ ഇപ്പൊ. ഓ, ഇത് നല്ല അടിപൊളി സ്ഥലമുള്ളത് കാണാനായിട്ട്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. റാഷിദ് അവിടെ നിന്നൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു തടാകവും പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള മരങ്ങളൊക്കെ വെച്ചിട്ട്, ചെറിയ ചെറിയ മരങ്ങള്, പിന്നെ അതോടൊന്ന് പൈപ്പൊക്കെ പോകണ്ടല്ലോ. കാണാൻ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എന്തായാലും വീക്കെൻഡിലൊക്കെ വരാൻ പറ്റിയ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറെ ഫോട്ടോസ് എടുക്കുക. വെറുതെ അല്ല ഇതിന് സൺസെറ്റ് ഫോട്ടോ പോയിന്റ് എന്ന് പറയണത്. ഈ സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുന്നവരെ ഗൂഗിൾ മാപ്പിൽ കയറാം, നേരെ
സൺസെറ്റ് ഫോട്ടോ പോയിന്റ് അടിക്കുക, നേരെ ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ വഴി തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളി സ്ഥലമാട്ടത്. ഒരു ചെറിയ മരങ്ങൾ, നല്ല കാറ്റും ഉണ്ട്. എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴേ രണ്ടു മലയാളി ഫാമിലീസൊക്കെ വന്നിട്ട് പോയി. അവരിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയി. ഇപ്പം എന്തായാലും നമുക്കിനിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത ആഴ്ച ഞാൻ ഒരു സ്ഥലം കണ്ടിരുന്നു, അങ്ങോട്ട് പോയിട്ട് വരാം അല്ലേ. നമുക്ക് എന്തായാലും ആ സ്പോട്ടിലേക്ക് പോകാം. കിടിലാണ് സംഭവം. നല്ലൊരു നമുക്ക് നാട്ടിൽ നിൽക്കുന്ന ഒരു വൈബാണ് കേട്ടോ ഇവിടെ സംഭവം. ഈച്ചകളെ കൊണ്ടാണ് വല്ലാത്ത ഇടങ്ങേറ്. ആ നേരത്തെ കണ്ടൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടിയും പോവാം. അവിടെയാണ് ഫോട്ടോ പോയിന്റ് എന്ന് പറയണത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടുത്തെ കൂടിയും കാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ തൊട്ടിപ്പുറം തന്നെ കാണുന്ന സ്ഥലമാണ്. ഞാൻ ആ സ്ഥലത്തെത്തനക്ക് മുമ്പേ ഒരു സ്ഥലം കണ്ട് ഇവിടെ ഒന്ന് വണ്ടി നിർത്തി ചുറ്റിനും നോക്കി ചെടികളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. നല്ല കിളികളുടെ ഒക്കെ ശബ്ദമൊക്കെ ആയിട്ടൊക്കെ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി പ്ലേസ്. ഇപ്പൊ പോകുന്നതാണ് നമ്മൾ ശരിക്കും സൺസെറ്റ് ഫോട്ടോ പോയിന്റിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ട കവർ ചെയ്ത സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അത് അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളായിട്ട് തന്നെയായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. എന്തായാലും ഇവിടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ ഒരു പാർക്കിംഗ് കിട്ടി. വണ്ടി നേരെ പാർക്ക് ചെയ്ത കാട്ടിലേക്കാണല്ലോ. ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, കാല് കുത്തി നേരെ കാട്ടിലേക്കും. പക്ഷെ ഈ കാണുന്നൊക്കെയാണ് ഫോട്ടോ പോയിന്റ് ഷൂട്ട് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ നാട്ടില് പാടവരമ്പത്ത് കൂടിയൊക്കെ നടക്കണ അതേ ഫീലിംഗ് ഇട്ടാ ഇവിടെ. അത് കംപ്ലീറ്റ് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ കാട്ടിലേക്കായി പോയി, കാല് കുത്തി തന്നെ. റാഷിദ് അവിടെ നിൽക്കുകയാണ് തോന്നുന്നു. അവിടെ നിൽക്കുന്നുണ്ട്, ആള് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഇപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ വെള്ളം ചാടണം. വേറെ വഴി കറങ്ങി പോകാൻ പറ്റുമോ നോക്കാം. എങ്ങനെ പോയി? അതിലേ പോയിട്ടുണ്ടാവും. അതിലല്ലേ? എന്തായാലും അതിലേക്ക് ഇറങ്ങി പോവാന്ന് വെച്ചാൽ ചെളിയാണ് കംപ്ലീറ്റ്. അതിലേ അങ്ങോട്ട് ഇറങ്ങി പോവാ. ഇവിടെ മൊത്തം ചെളിയൊക്കെ ഉണ്ട് കേട്ടാ. ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് വീഴാൻ ചാൻസ് ഉണ്ട്, തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലം. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ വെക്കേഷൻ ടൈമിലൊക്കെ ഇപ്പൊ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങനെ ചുമ്മാ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെയൊക്കെ നടക്കാൻ വരാറുണ്ട്. അതൊരു ഓർമ്മ തന്നെ. ഇങ്ങനെ വന്നപ്പോഴേ ഈ ഭാഗത്ത് കൂടിയൊക്കെ വന്നപ്പോഴേ ഇവിടെ കംപ്ലീറ്റും ചെളികളുണ്ട്. റാഷിദ് അവിടെ ചെളിയുണ്ടാ? അവിടെ ഉണ്ട്. ഇപ്പൊ അങ്ങനെ കിടക്കപ്പുറത്തേക്ക് പോണെങ്കിൽ അവിടെ എന്തോ സംഭവം പച്ചപ്പ് നിറഞ്ഞിട്ടൊരിത്. വെള്ളത്തിൽ കംപ്ലീറ്റും പൂപ്പല്. നല്ല രസം കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ മഴയത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുമ്പോ ഇങ്ങനെ പൂപ്പലൊക്കെ വരുമല്ലോ, അതുപോലെ. വാവ്, അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ നിന്നിട്ട് ഇവിടെ ഒക്കെ വരുമ്പോ നമുക്ക് നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. നാട് മിസ്സാവണവർക്ക് ഇവിടെ വന്നാലേ ചെറിയൊരു നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് എങ്കിലും കിട്ടൂട്ടാ ഈ ഏരിയയില്. അവിടെ നിന്ന് വന്ന വഴിയില്ലേ അടിപൊളിയാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി, എന്താ പറയാ, ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേക രസമാണ് കാണാനായിട്ട്. വൈബ് എന്നും പറയാനുള്ളത് അത് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് കൂടിപ്പോവും. കുറെ വീഡിയോസിലൊക്കെ വൈബ് എന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് പറയണേലും കാര്യമുണ്ട്. വരുമ്പോ ഓരോ സ്ഥലങ്ങളിലും കാണാനായിട്ട് ഒരു പ്രത്യേക വൈബാണ്. നല്ല ഭംഗിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. അപ്പൊ ഇതുപോലത്തെ ബെല്ലൈക്കൺ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അസ്സലാമു അലൈക്കും.